അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടാം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം. ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോൾ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്തും ചെയ്യേണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. കർത്താവ് പറയുന്നത്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോൾ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. എത്ര ശ്രേഷ്ഠമായ വചനമാണ്! ഈ വചനത്തിൽ എന്താണ് പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളതെന്ന് നാം പ്രാർത്ഥനയോട് ചിന്തിക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ സത്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. രക്തജയം. അപ്പൊ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യവും അതിന്റെ അളവില്ലാത്ത ദാഹവും വാഞ്ചി ഈ വചനത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് യേശു പറയുന്നത്, തീ ഇടുവാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. കർത്താവ് ഭൂമിയിൽ തീയിടുവാൻ വന്നു എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവെ, ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് പോലുള്ള തീയിടലല്ല. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കരിയിലുകള് അല്ലെങ്കിൽ വേസ്റ്റുകൾ അടിച്ചുകൂട്ടി തീയിടുത്ത് അത് വലിയ നാശം വിതയ്ക്കാറുണ്ട്. വനത്തിലും കൊടും കാടുകളിലും ഒക്കെ തീയിടാറുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം തീയിട്ട് നശിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു തീയിടലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന ലോകപ്രകാരമുള്ള തീയും അനവധി അന്യാഗ്നികളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അല്ലേ? ഇവിടെ കർത്താവായ യേശുക്രിസ്തു തീയിടുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്, മാനവകുലം മുഴുവൻ പാപത്തിൽ വീണ് പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന, ആമേ ശുദ്ധീകരണമില്ലാതെ പാപ സ്വഭാവത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരും സകലരും, അല്ലേ, അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവകൽപ്പന സ്വീകരിക്കുന്നതിന് മേൽ ദൈവം നൽകുന്ന ആത്മാവിന്റെ തീയെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ തീയെക്കുറിച്ച്. രക്തം ചെയ്യും. അപ്പൊ ആത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ ഉള്ളിൽ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, മറ്റല്ലാതെ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന കർത്താവ് ചോദിക്കുന്നത്. ഈ വാക്യത്തെക്കുറിച്ച് പലരും തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു വളരെ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. ലഘുലേഖകൾ ഇറക്കി അമ്മ വിതരണം ചെയ്തവരുണ്ട്. പക്ഷെ അവരൊന്നും ഈ ഭൂമുഖത്തില്ല. അല്ലേലിയ. വചനത്തോട് മറ്റു പലതും കൂട്ടിച്ചേർത്ത് വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനത്തിൽ കലഹമുണ്ടാക്കി ക്രൈസ്തവ വിശ്വാസത്തെ തള്ളിക്കളയാൻ ശ്രമിച്ച അനവധി നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരും തീവ്രവാദ സ്വഭാവമുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ഭൂമിയിൽ ഇല്ല. പലരും, ചിലതൊക്കെ ശേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി വരിക തന്നെ ചെയ്യും. രക്തം ചെയ്യും. ഞങ്ങൾക്കിതൊന്നും പറയുന്നതിനകത്ത് യാതൊരു ഭയവും മടിയൊന്നുമില്ല. കാരണം ഞങ്ങളൊക്കെ പാപത്തിൽ ജീവിച്ച് നടന്ന ആളുകളാണ്. പാപ സ്വഭാവത്തിൽ ജീവിച്ച് നടന്നപ്പോഴാണ് കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് ശുദ്ധീകരണം നൽകി ഞങ്ങളെ കർത്താവിന്റെ മക്കളായി സ്വീകരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാവിന്റെ തീ ഇട്ട് തന്നു. ഈ ആത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ ഞങ്ങൾ കത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യും? ഈ തീ ആളി കത്താൻ തുടങ്ങി. അതുകൊണ്ട് ആത്മാവിന്റെ തീ കത്തുന്നവരാണ്, ആത്മാവിൽ നിറഞ്ഞ് കത്തി നിൽക്കുന്നവരാണ്, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നേയാൽ നിറയപ്പെട്ടവരാണ് ഈ ദൈവജനം ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരൊക്കെ. അല്ലേരിയ. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു അന്യാഗ്നി അല്ല കേട്ടോ. രക്തം ചെയ്യും. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലരും ഈ ആത്മാവിന്റെ തീയെ ദൈവം അയക്കും. രക്തം ചെയ്യും. താങ്കൾ വിശ്വസിച്ചാൽ താങ്കൾക്കും ഈ ആത്മാവിന്റെ തീ കിട്ടും. ഇപ്പം താങ്കളുടെ മേൽ ഒരു തീയുണ്ട്. ഞങ്ങളെ വിമർശിക്കുന്ന, ഞങ്ങളെ കുറ്റം പറയുന്ന, ഞങ്ങളെ ആക്ഷേപിക്കുന്ന, ഞങ്ങളെ ഭൂമുഖത്തൊന്നും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന, ക്രൈസ്തവ വിശ്വാസത്തെ ഉടച്ചു കളയാൻ ശ്രമിക്കുന്ന പലരോടും പറയട്ടെ, നിങ്ങളുടെ ഉള്ളിലുള്ള തീ എന്ന് പറയുന്നത് അന്യാഗ്നിയാണ്. അത് പലരും കത്തിച്ചു കളയും. അത് നിങ്ങളെ തന്നെ കത്തിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വേദപുസ്തകം പറയുന്ന തീ എന്ന് പറയുന്നത് ആത്മാവിന്റെ തീയാണ്. ഈ തീ നമ്മെ നശിപ്പിക്കുകയല്ല, ഈ തീ ലോകത്തെ നശിപ്പിക്കുകയല്ല, കുടുംബങ്ങളെ നശിപ്പിക്കുകയല്ല, ഈ തീ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ള പ്രസംഗം നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നു, നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചു വന്നു,
സത്യത്തെക്കുറിച്ച് സാക്ഷി പറയാൻ വന്നു. പൈശാചിക പ്രവൃത്തികളെ നശിപ്പിക്കും വിധം അവൻ പ്രസംഗിച്ചു. യേശുക്രിസ്തു നിത്യജീവനെ തന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നതെല്ലാം ദൈവവചനമാണ്. ഹല്ലേലൂയ. അതുപോലെയാണ് യേശുക്രിസ്തു തീയിടുവാൻ വന്നു എന്ന് പറയുന്നത്. എല്ലാം ശുദ്ധീകരണം. അപ്പൊ യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം പാപികളെ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തിമോഥിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ ഒരു വാക്യം കിടപ്പുണ്ട്. 1 തിമോഥിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരും കാണുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും ആമേൻ അല്ലെ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. അല്ലേ? അന്ന് വചനം തന്നെ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് പറയുക. പൗലോസ് വ്യക്തമായിട്ട് പറയുക എന്താണ്? ഈ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അല്ല, അപ്പൊ യേശുവിന്റെ വന്ന പാപികളെ രക്ഷിപ്പാൻ, നീതിമാന്മാരെ തേടിയല്ല വന്നത്, പാപികളെ തേടിയാണ് യേശു വന്നത്. സ്വർഗരാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. അതാണ് ലൂക്കോസ് 19:10 അല്ലെങ്കിൽ സക്കായിയുള്ള ബന്ധത്തിൽ, ലൂക്കോസ് 19:10 സക്കായിയുള്ള ബന്ധത്തിൽ പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. അപ്പം പാപികളെ തേടി വന്നവനായിരിക്കുന്ന യേശു പാപികളുടെ രക്ഷകനാണ്. ഹല്ലേലൂയ. അവൻ പാപത്തെ വെറുക്കുന്നു, അപ്പൊ തന്നെ പാപികളെ സ്നേഹിക്കുന്നു, പാപികൾക്ക് മാനസാന്തരം കൊടുക്കുന്നു. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന പാപിയുടെ മേൽ പരിശുദ്ധാത്മാവെന്ന തീയെ അയക്കുന്നു. ആ പരിശുദ്ധാത്മാവെന്ന തീ അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ അവൻ ലോകമെമ്പാടും ആളിക്കത്തുവാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ആത്മാവിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കെടുത്തുവാനൊന്നും ഒരു വ്യക്തിക്കും കഴിയില്ല, കെടുത്തുവാൻ ഒരു രാഷ്ട്രത്തിനോ ഒരു തീവ്രവാദിക സംഘടനയ്ക്കോ ഭീകരവാദികൾക്കോ വർഗീയവാദികൾക്കോ ഒരു നിയമങ്ങൾക്കും ഈ ആത്മാവിന്റെ തീയെ കെടുത്തുവാൻ കഴിയില്ല. ഈശ്വരോ, ഇതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും, ഇതിങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കും. പലരിലൂടെ ഈ നാളുകളിൽ ദൈവം ഈ തീ കത്തിക്കാൻ ആഗ്രഹിക്കുക, ആത്മാവിന്റെ തീ. നിങ്ങൾക്ക് എങ്ങനെ തടയാൻ കഴിയും? നിങ്ങൾക്ക് തടയാൻ കഴിയും. ഞങ്ങളെപ്പോലെയുള്ള ആത്മാവിൽ തീയാൽ കത്തി നിൽക്കുന്നവരെ ജയിലിലടയ്ക്കുവാൻ, കേസെടുക്കാൻ, കള്ളക്കേസ് ഉണ്ടാക്കുവാൻ, ഞങ്ങളെ ഭൂമത്തൊന്ന് ന്യൂനനാശം ചെയ്യുവാനൊക്കെ നിങ്ങൾക്ക് കഴിയും. പക്ഷെ എന്നാലും ഈ തീ അണയത്തില്ല. ഈ തീ അടുത്തയാളെ ദൈവം കത്തിക്കും. നേരം പ്രൈസോ. പരാജയം എല്ലാ കാലത്തും നിങ്ങൾക്ക് ശ്രോതാവി, ഞങ്ങൾ എല്ലാ കാലത്തും വിജയികളാണ്. ഞങ്ങൾ ഒരിക്കലും തോറ്റവന്റെ പിന്നാലെ പോകുന്നവരല്ല. തോറ്റൊരു നേതാവല്ല ഞങ്ങൾക്കുള്ളത്. തോറ്റ നേതാവിന്റെ പുറകെ പോകുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ലോകം മുഴുവൻ തോറ്റുപോയ നേതാവിനെ വീണ്ടും ഉയർത്തി തോറ്റുപോയ നേതാവിന്റെ പുറകെ നടക്കുമ്പോൾ ഞങ്ങൾ ജയിച്ച നേതാവിനെ അനുഗമിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് ജയോത്സവം കൊണ്ടാടിയവനാ ക്രൂശിന്മേൽ. ഹല്ലേലൂയ. പാതാളത്തെയും മരണത്തെയും ജയിച്ചവനാ, പാതാളത്തിന്റെയും മരണത്തെയും താക്കോലുള്ളവനാ, സാത്താന്റെ തലയെ തകർത്തവനാ. യേശു ലോകത്തെ ജയിച്ചവനാ, പാപത്തെ ജയിച്ചവനാ. ഹല്ലേലൂയ. അങ്ങനെ ജയിച്ചവന്റെ പിന്നാലെ നടക്കുന്ന ഞങ്ങൾ എല്ലാ കാലത്തും വിജയികളാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പരാജയം എന്ന് പറയുന്ന ഒന്നുമില്ല. കാരണം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഈ ആത്മാവിന്റെ തീ ഉണ്ടല്ലോ, അത് ദൈവം ഇട്ടതാ. ഞങ്ങളിൽ കത്തിച്ചിരിക്കുന്ന തീയുണ്ട്. അതിനെ അണയ്ക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു നിയമ സംവിധാനങ്ങൾക്കും കഴിയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ലോകത്തിൽ പല രാജ്യങ്ങൾക്കകത്തും പല സ്ഥലങ്ങളിലും തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. കടകൾ കത്തി നശിക്കുന്നു, വനങ്ങളിൽ തീ പിടിക്കുന്നു, നാട്ടും പ്രദേശത്ത് തീ പിടിക്കുന്നു. പലരും ഓരോരോ നിരത്തിൽ തീ ഇടുന്നു. അതിനെയൊക്കെ കെടുത്തുവാൻ വേണ്ടിയിട്ട് തീ ആളിക്കത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഉടനെ ഫോൺ വിളിച്ച് ഫയർ സ്റ്റേഷനിലും വിവരം അയക്കും. അവരവിടെ നിന്ന് വന്ന് തീ അണയ്ക്കാൻ തുടങ്ങും. അവർ തീ അണച്ചിട്ട് അത് ലോകപ്രകാരമുള്ള അഗ്നിയാണ്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ കത്തിയ തീയുണ്ടല്ലോ, പെന്തക്കോസ്ത് നാളിൽ വിശ്വസിച്ച ദൈവജനത്തിനെ കത്തിയ പരിശുദ്ധാത്മാവിന്റെ തീ, ആ 120 ഇറങ്ങി വന്ന ആത്മാവിന്റെ തീ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഒരു ഫയറിനെ തകർക്കാൻ കഴിയത്തില്ല, കെടുത്താൻ കഴിയത്തില്ല. ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇത് വെള്ളം കൊണ്ട് കെടുത്താൻ കഴിയുന്നതല്ല. വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടോ, ഈ പമ്പിലും മറ്റ് സ്ഥലത്തൊക്കെ ചെല്ലുമ്പം തീ പിടിച്ചാൽ അടങ്ങിയുള്ള ഒരു ഗ്യാസ് വെച്ചിരിക്കും അഴക്കുറ്റി. അതുകൊണ്ടൊന്നും ഇതിനെ കെടുത്താൻ പറ്റത്തില്ല. ഇത് ആത്മാവിൽ കത്തുന്ന തീയാണ്, പരിശുദ്ധാത്മാവിൽ കത്തുന്ന തീ, ആത്മാവിന്റെ തീയാണ്. ദൈവം വിട്ടതാണ് ഈ തീ ഞങ്ങളുടെ മേൽ. അതിങ്ങനെ കത്തി 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 കയറിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഇല്ലെങ്കിൽ അറിയത്തില്ലെന്ന് ഇനി പറയരുത് കേട്ടോ. സ്വതം
അറിയാത്തതിനെ വെച്ച് വ്യാഖ്യാനിച്ച് അറിയാത്തതിനെ വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. പ്രശ്നം ഉണ്ടാക്കിയൊരു മഹാനില്ല. മഹാൻ എവിടെ പോയെന്ന് പോലും അറിയത്തില്ല, ഇപ്പം കാണാനില്ല, ജീവനോടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അല്ലേ? അങ്ങനെ പലരും പല രാജ്യങ്ങൾക്കകത്തും കേട്ടോ. പ്രൈസലോ. ഇവിടെ നമ്മൾ ദൈവത്തിന് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പൗലോസ് പറയാ. ആ പാപികളിൽ പൗലോസ് ഒന്നാം. പാപിയായ ശൗലിനെ പാപികളിൽ ഒന്നാമനായ ശൗലിനെ ദൈവം ദമസ്കോസ് പടിക്കൽ വെച്ച് സന്ദർശിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ പൗലോസിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ, പൗലോസിലെ തീ കത്തി കഴിഞ്ഞപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? വിളിച്ചറിയാ, ഞാൻ ആ പാപികളിൽ ഒന്നാമനായിരുന്നു. എന്റെ പാപത്തെ പരിഹരിക്കുവാൻ, എന്റെ പാപത്തെ ശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അത് വിശ്വാസമാണ്, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. എന്നെ ശുദ്ധീകരിച്ച് എന്റെ ആത്മാവിൽ പകർന്ന് തീ യേശു ഇട്ടതാണ്. അതുകൊണ്ടാണ് പൗലോസ് ആമേൻ തന്റെ ശുശ്രൂഷയിൽ ആളിക്കത്തി എന്ന് പറയുന്നത്. പ്രിയരോ, അപ്പൊ ഈ വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം സുവിശേഷത്തിന്റെ സാര സംഗ്രഹമാണ് ഈ വാക്യം എന്ന് പറയുന്നത്. ഇതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ പിതാവിനോട് സമനായിരുന്നവൻ ഈ പാപമണ്ഡലത്തിലേക്ക് അവതരിച്ചു. അവൻ മുഴു ലോകത്തിന്റെയും രക്ഷകനായിട്ടാണ് അവതരിച്ചത്. മനുഷ്യവർഗത്തിനായി മരിച്ച് രക്ഷാവേല പൂർത്തീകരിക്കുവാൻ ആണ് യേശു വന്നത്. മനുഷ്യനായിട്ട് ഭൂമി അവതരിച്ച് സകല ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ് യേശു ഭൂമിയിൽ വന്നത്. അതും വിശ്വാസവും ക്രിസ്തീയ അനുഭവത്തിന്റെ സാക്ഷ്യവും പരിശുദ്ധാത്മാവിന്റെ പ്രഖ്യാപനമായി വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതെല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. ക്രിസ്തു പാപികളെ ഹല്ലേലൂയ രക്ഷിപ്പാൻ ഹല്ലേലൂയ ആമേൻ വന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ വചനം. ഹല്ലേലൂയ. അപ്പം പ്രമുഖരായവരെ പോലും രക്ഷിപ്പാൻ ക്രിസ്തുവിന് കഴിഞ്ഞുവെങ്കിൽ ഈ ലോകത്തിൽ ഏത് പാപിയെ രക്ഷിപ്പാൻ കഴിയും? അന്ന് ആ കാലഘട്ടത്തിൽ സാധാരണക്കാരും പ്രമുഖരായിരുന്നവരൊക്കെ യേശുവിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഈ ആത്മാവിന്റെ തീയിൽ നിറയപ്പെട്ടവരുണ്ട്. അങ്ങനെ ഇരിക്കെ ഇന്ന് ഈ കാലഘട്ടത്തിലും സകല മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം തന്ന് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ തീയിടുവാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവസനിലേക്ക് വന്നിന്റെ പാപം ഏറ്റുപറഞ്ഞ് നീ ശുദ്ധീകരിക്കപ്പെടുന്നുവെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ തീ ദൈവം നിന്റെ മേൽ വഹിക്കും. പ്രൈസലോ. ഈ ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്റെ ഉള്ളിൽ കാണത്തില്ല. അല്ലേ? യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈ ലോകത്തിന്റെ ചപ്പും ചവറും ചെളിയും ഒന്നും നമ്മുടെ ഉള്ളിൽ വസിക്കത്തില്ല. കാരണം ആത്മാവിന്റെ തീ അതിനെ കത്തിച്ചു കളയും. അല്ലേ? പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പാപത്തിൽ വീഴുന്നത്. അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരുന്നാലും ആമീൻ എന്നെ പോലെ ദൈവവചനം പ്രസംഗിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് കോടാനുകൂടി ജനങ്ങളുണ്ട്. അവർ പോലും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം, ഈ ആത്മാവിന്റെ തീ അവരുടെ ഉള്ളിൽ അണഞ്ഞു കിടക്കുകയാണ്. അല്ലേ? ആത്മാവിന്റെ തീ നമ്മുടെ ഉള്ളിൽ അണഞ്ഞു പോയാൽ നമ്മുടെ ഉള്ളിൽ പാപത്തിന്റെ തീ കത്തും, അന്യാഗ്നി കത്താൻ തുടങ്ങും. അന്യാഗ്നി കത്തിക്കാൻ പിശാച് ഏത് സമയത്തും നോക്കിക്കൊണ്ടിരിക്കുക. നിന്നെ ഏതെങ്കിലും വിധത്തിൽ പാപത്തിൽ തള്ളിയിട്ട് ശാപത്തിൽ തള്ളിയിട്ട് നിന്റെ ഉള്ളിൽ അന്യാഗ്നി കത്തിക്കുവാൻ സാത്താൻ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവേ, നീ ലോകത്തിന്റെ പാപത്തിൽ വീണ് നിന്റെ ഉള്ളിൽ അന്യാഗ്നി കത്തിക്കാതെ നിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ തീ വേണം കത്താൻ നമ്മുടെ ഉള്ളിൽ. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു ഹല്ലേലൂയ പാപികളെ രക്ഷിപ്പാൻ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നു. ഹല്ലേലൂയ. നിത്യജീവനെ ഹല്ലേലൂയ നൽകുവാൻ വന്നു. സത്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമുക്ക് വഴികാട്ടിയായി മാറി. യേശു നമുക്ക് വഴികാട്ടിയായി മാറി. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, താൽക്കാലികമായി നമുക്ക് പണിത് വെച്ചിട്ട് താൽക്കാലികമായി നമുക്ക് തന്നിരിക്കുന്ന ഈ ഭൂമിയൊക്കെ താൽക്കാലികമായി നമുക്ക് തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം പോലും താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഏത് സമയത്തും ജീവൻ പോകാം, ഏത് സമയത്ത് ഈ ശ്വാസം നിലച്ചു പോകാം. ഈ ശ്വാസം നിലച്ചു പോകുമ്പോൾ നിന്റെ അവസാന നാളുകളിൽ
നിത്യമായ നരകത്തിലേക്ക് പോകാതെ ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ നിനക്ക് ലഭിച്ച ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ തീ കത്തി ഈ ലോകത്തിൽ നീ വേർപെടുമ്പോൾ നിന്നെ നിത്യത്തിലെത്തിക്കുവാൻ ഈ ആത്മാവിന്റെ തീക്കേ കഴിയുള്ളൂ. പ്രൈസലോ. അപ്പൊ നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ തീ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നീ സമാധാനമായിരിക്കും. ആത്മാവിന്റെ തീ ഉള്ളിൽ കത്തുന്നവരുടെ കുടുംബ സമാധാനമായിരിക്കും, അവരുടെ കുടുംബ ജീവിത സമാധാനമായിരിക്കും. ആത്മാവിന്റെ തീ ഉള്ളിലുള്ള യുവാക്കന്മാരുടെ ഉള്ളിലും സമാധാനം ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങൾ നശിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്യാഗ്നി കത്തുന്നതുകൊണ്ടാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി. കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴയിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മയെ കുത്തി, അല്ലെങ്കിൽ സ്വന്തം അമ്മയെ കുത്തി. ആ അമ്മയെ എന്ത് ചെയ്തു? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാക്കി എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. അല്ലെ, രാവിലെ കണ്ട വാർത്ത എന്ന് പറയുന്നത് എന്താ? മൊബൈല് കൊടുക്കാഞ്ഞതിന്റെ പേരിൽ അമ്മയെ കുത്തി. പിന്നെ വൈകിട്ടൊരു വാർത്ത കണ്ടത് എന്താണ്? വീടിന്റെ തറയെല്ലാം അടിച്ചു തുടയ്ക്കാൻ പറഞ്ഞതിന് അമ്മയെ കുത്തി. എന്തിനായാലും കുത്തിയത് തന്നെയല്ലേ? അല്ലേറിയ. എന്തുകൊണ്ടാണ് 17 വയസ്സുള്ള ഈ പെൺകുട്ടിയൊക്കെ സ്വന്തം മാതാവിനെ 9 മാസം 9 ദിവസം 9 വിനാഴിയൊക്കെ ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച്, അല്ലേറിയ, അതിനെ തീറ്റിപ്പൂറ്റി വളർത്തിയെടുത്ത് നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പറഞ്ഞ് ഒക്കത്തുനിന്ന് മാറ്റാതെ ജോലി സമയത്ത് പോലും ഒക്കത്തു കൊണ്ട് നടന്ന് ആ കുട്ടിയെ വളർത്തിയെടുത്ത് പഠിപ്പിച്ച് 17 വയസ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അമ്മ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ, വീട്ടിലെ പണി ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം മാതാവിന്റെ കഴുത്തിന് കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? പാപിയായി കുട്ടിയുടെ ഉള്ളിൽ വസിക്കുന്ന പാപ സ്വഭാവമാണ്. സാത്താൻ കത്തിച്ചിരിക്കുന്ന അന്യാഗ്നിയിലൂടെ കുട്ടി കടന്നുപോയി. അതേ സമയത്ത് ആ ഭവനത്തിൽ നടന്ന സംഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ തലമുറ പഠിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ തലമുറ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പാപത്തിലേക്ക് വിടാതെ ഈ മൊബൈലും കൊടുത്ത് മൊബൈലിനകത്ത് സമയം ചെലവഴിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനെ അടിമപ്പെടുത്തി വിടാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ ഉള്ളിൽ ആത്മാവിന്റെ തീയിട്ട് കൊടുത്താൽ സ്തോത്രം, ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല. ഇന്നത്തെ തലമുറ നഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്തുവാ? ചെറു പ്രായം തൊട്ട് കുട്ടികൾക്ക് ഈ മൊബൈല് തള്ളമാര് കാണിച്ചു കൊടുത്ത്, അപ്പന്മാര് കാണിച്ചു കൊടുത്ത്, വാങ്ങിക്കൊടുത്ത് കുട്ടികളുടെ ഉള്ളിൽ ലോകത്തിന്റെ തീ കത്തിക്കൊണ്ടിരിക്കുക, അന്യാഗ്നി കത്തിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊച്ചു എഴുന്നേറ്റിരിപ്പാൻ തുടങ്ങുന്ന സമയം തൊട്ട് അതിനെ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ കാണിച്ച് അത് തട്ടിത്തോട്ടി അതിനകത്തെ ഗെയിമുകളും ഒക്കെ കണ്ട് പഠിച്ച കുഞ്ഞ് വളരുക. അത് ലോകത്തിന്റെ പാപ സ്വഭാവം കണ്ടാണ് വളരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ആയതുകൊണ്ട് കുട്ടികളെല്ലാം പാപത്തിന്റെ വശീകരണത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം അക്രമാസക്തരായി മാറുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് നിന്റെ കുട്ടിക്ക് നീ മൊബൈൽ കൊടുത്തല്ല വളർത്തേണ്ടത്, മൊബൈല് കാണിച്ചു കൊടുത്തല്ല കുട്ടിക്ക് ചോറ് കൊടുക്കേണ്ടത്, മൊബൈലിനകത്ത് അല്ലെങ്കിൽ ഗെയിം ഇട്ട് കൊടുത്തിട്ടല്ല നീ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കേണ്ടത്. നിന്റെ കുഞ്ഞിനെ നീ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലേലിയ. നിന്റെ കുഞ്ഞിനെ നീ ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ തന്നെ അക്രമാസക്തരായി മാറും. അത് നിനക്ക് തന്നെ ദോഷമായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അവിടെ സ്നേഹിതാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ തീ കത്തുവാൻ നിങ്ങൾ ദൈവസ്ഥലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പാപത്തിന്റെ സ്വഭാവത്തെ നീ മാറ്റിയെടുത്ത് പാപത്തിന്റെ സ്വഭാവങ്ങളെ നീ നിന്നിൽ ഉരിഞ്ഞു കളഞ്ഞിട്ട്, ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ അയക്കും. ഹല്ലേലൂയ. ആ തീ നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇന്ന് ശുദ്ധീകരണത്തോടെ ജീവിക്കാൻ കഴിയും. അപ്പം പാപം ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ആത്മാവില്ല എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ ദൈവം തീ ഇട്ടിരുന്നു, പക്ഷെ ആ തീ അണഞ്ഞുപോയി. ഈ തീ കെട്ട് കഴിഞ്ഞാൽ പിന്നെ കരിത്തിരിയ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും, പുകഞ്ഞ് മണത്തുകൊണ്ടിരിക്കും. അതാണ് ഈ തീ അണഞ്ഞു പോയതുകൊണ്ട് പലരും ഇങ്ങനെ പിറുപിറുത്ത് ചെറിയ ചെറിയ കലക്കം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അത് അങ്ങ് വലുതാക്കി. ചിലരെന്ത് ചെയ്യുന്നു? ഈ ആത്മാവിന്റെ തീ അണഞ്ഞു പോയവരൊക്കെ പിന്മാറ്റത്തിലൊക്കെ ഉള്ളവരൊക്കെ അവർ പ്രശ്നം സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം, എന്റെ ജനങ്ങൾ അഗ്നിയായി ജീവിക്കണം, പാപത്തെ അറിയാത്ത വിധം ജീവിക്കണം, പരീക്ഷയെ അതിജീവിക്കണം, ലോകത്തെ ജയിക്കണം, സാത്താനെ ജയിക്കണം, സാത്താന്റെ ആരാധനകളെ ജയിക്കണം, സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കണം, ഈ ലോകത്തിന്റെ മാലിന്യങ്ങളെ ജയിക്കണം, ഈ ലോകത്തിന്റെ അശുദ്ധിയെ ജയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ തീടാൻ വന്നിരിക്കുന്നു.
അതുകൊണ്ട് ഭൂമിയിൽ തീയിടുവാൻ ആമേൻ ഞാൻ വന്നിരിക്കുന്ന യേശു പറഞ്ഞത്. നിങ്ങൾ സകലത്തെയും ജയിക്കണം. ഈ ലോകത്തിന്റെ സകല ദുഷ്പ്രവൃത്തിയും ചെയ്യിക്കണം. അധാർമികത പെരുകി, അശുദ്ധി പെരുകി. ആമേൻ സകല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ, സകല മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ലോകം മുഴുവൻ വ്യാപരിക്കുന്നത് വ്യഭിചാരാത്മാവാണ്, വ്യഭിചാരത്തിന്റെ ആത്മാവ്. ഏതു മനുഷ്യനെയും പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഇത് വീട്ടിലിരുന്നാൽ അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ രാവിലെ സ്കൂളിലേക്കാന്ന് പറഞ്ഞു വിടും, കോളേജിലേക്കാന്ന് പറഞ്ഞു വിടും, ജോലി സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞു വിടും. നിങ്ങൾ ഒരു ദിവസമെങ്കിലും അവർ പോകുന്ന വഴികളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ യഥാർത്ഥ സ്കൂളിൽ ചെന്നു നിങ്ങൾ സ്കൂളിൽ ടീച്ചറെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ കോളേജിൽ ചെന്നതാണെന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളത് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് ഉത്തരവാദിത്തം ഉണ്ടാകണം. നിങ്ങൾ ഈ പാർക്കുകളിലും ബീച്ചുകളിലും ഒക്കെ പോയി നോക്കുക. നിങ്ങളുടെ പല കുട്ടികളും എന്തുണ്ട്, സ്കൂൾ കട്ട് ചെയ്ത് കോളേജ് കട്ട് ചെയ്താളുണ്ട്. ഹല്ലേലൂയ. കാരണം ലോകത്തിന്റെ പാപസുഖങ്ങൾ അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ കിട്ടി. ആ പ്രലോഭനത്തിനകത്ത് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അവർക്ക് കിട്ടി. ആ സ്നേഹം ലോകത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തെ എന്ത് ചെയ്തു? അവരെല്ലാം പാപത്തിൽ വീണു. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊടുക്കുന്ന ശകാരമാണ്, ഭീഷണിയാണ്, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഉപദ്രവമാണ്. സ്നേഹത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തി വളർത്തി ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ ഉള്ളിൽ പരിശുദ്ധമാവുന്ന തീയിട്ട് വളർത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ മക്കളെല്ലാം പാപത്തിൽ വീണു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് നൂറ് തെളിവ് ഞാൻ തരാം. കാരണം നമുക്കിതൊരു പരസ്യമായിട്ടെല്ലാം വിളിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾ തന്നെ ഈ വചനം കേൾക്കും, നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മക്കളെ അച്ചടക്കത്തോടുകൂടി വളർത്തണം. ഈ മൊബൈൽ കാണിച്ച് ഈ കോമാളി വേഷമെല്ലാം അതിനകത്ത് വരുന്ന കോമാളി വേഷങ്ങളെല്ലാം കാണിച്ചിട്ടല്ല നിന്റെ കുട്ടിയെ വളർത്തേണ്ടത്. അല്ലേ? മൊബൈലിനകത്തും വാട്സപ്പിനകത്തും യൂട്യൂബിനകത്തും മെസ്സഞ്ചറിനകത്തും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കമ്പ്യൂട്ടറും ഇന്റർനെറ്റിലും ഒക്കെ വരുന്ന കോമാളി വേഷം, അല്ലെങ്കിൽ ടിവിയിലൊക്കെ വരുന്ന കോമാളി വേഷമാണ് നിന്റെ കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നെങ്കിൽ ആ കുഞ്ഞ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വളർന്നു വരുമ്പോൾ ആ സ്വഭാവം തന്നെ കാണിക്കും. പ്രൈസ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? കർത്താവ് പറയുക, നിങ്ങൾ പാപത്തിൽ വീണ് പോകാതിരിക്കുവാൻ, ശാപത്തിൽ വീണ് പോകാതിരിക്കുവാൻ, സാത്താന്റെ കയ്യിൽ വീണ് പോകാതിരിക്കാൻ, ഈ ലോകത്തിന്റെ അശുദ്ധിയിൽ വീണ് പോകാതിരിക്കുവാൻ, ഈ ലോകത്തിന്റെ ജടികമായി ഒന്നിലും നീ വീണ് പോകാതിരിക്കുവാൻ, ആമീൻ, ഭൂമിയിൽ തീടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അതിപ്പോൾ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് ഇന്നും നിന്റെ ഉള്ളിൽ തീരാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ തീ കത്തിക്കുവാൻ നിന്റെ ഭാര്യയുടെ മേൽ, നിന്റെ ഭർത്താവിന്റെ മേൽ, നിന്റെ അപ്പന്റെ അമ്മയുടെ മേൽ, നിന്റെ മക്കളുടെ മേൽ, നിന്റെ സഹോദരങ്ങളുടെ മേൽ ഈ ആത്മാവിന്റെ തീയിടുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസലോ. ഈ ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിൽ കത്തിയാൽ ആമീൻ, നിന്റെ ഉള്ളിലെ നിന്റെ കുടുംബത്തിന്റെ മാലിന്യങ്ങൾ പോലും അല്ലെങ്കിൽ നീങ്ങിപ്പോകും. അതിന്റെ ശുദ്ധീകരണം ഇവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ ആമീൻ, സ്തോത്രം. ഇവിടെ നമുക്ക് വചനം, ശത്രുവിന്റെ ശക്തിയെ കത്തിച്ചു കളയുന്ന ആമീൻ പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. ശത്രുവിന്റെ ശക്തി, പാപത്തിന്റെ ശക്തിയെ, മാലിന്യത്തിന്റെ ശക്തിയെ, സാത്താന്റെ ശക്തിയെ കത്തിച്ചു കളയത്തക്ക നിലയിൽ ആത്മാവിന്റെ തീയെ നിന്റെ ഉള്ളിൽ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ആമീൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവാകുന്ന ആത്മീയാൽ നീ നിറയപ്പെടണം. പരിശുദ്ധാത്മാവാകുന്ന ആത്മീയാൽ നീ സ്നാനമേൽക്കണം. ആത്മസ്നാനമേൽക്കണം. പരിശുദ്ധാത്മാ സ്നാനമേൽക്കണം. ആത്മാവിന്റെ തീയാൽ. ഹല്ലേലൂയ. അതിനുവേണ്ടി ആയിരിക്കണം ആമീൻ നിന്റെ ജീവിതം. ആത്മാവിന്റെ തീയിൽ നിന്നെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആമീൻ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കുടുംബത്തിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീര് മാത്രമാണ്. ഒരു നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. എന്നും അസമാധാനം. നന്നായിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഭർത്താവിനോട്, ഭാര്യയോട് ചേർന്ന്, ഒന്നിച്ച് അപ്പനോട് അമ്മയോട് ചേർന്ന്, മക്കളോട് ചേർന്ന് കഴിക്കാൻ കഴിയത്തില്ല. എല്ലാം കൊണ്ട് കുടുംബത്തിനകത്ത് ഒരുവിധം മുള്ളുവേലി കെട്ടിയിരിക്കുന്നത് പോരാ. മുള്ളുവേലിയെ തൊട്ടാൽ എല്ലാം അപകടമാണ് എന്ന് പറഞ്ഞാൽ പല ഭവനങ്ങൾക്കകത്തും ഈ മുള്ളുവേലിയുടെ അനുഭവമാണ്. എന്താ സമാധാനമില്ല. ഇന്ന് എന്നെ വിളിക്കുന്ന പലരും എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല.
സ്വസ്ഥതയില്ല. മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും അപ്പനെ കൊണ്ടും അമ്മയെ കൊണ്ടും സമാധാനമില്ല. ചില അപ്പന്മാരെ മക്കളെ കൊണ്ട് സമാധാനമില്ല, ഭാര്യമാർക്ക് ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കൊണ്ട് സമാധാനമില്ല. അങ്ങനെ എല്ലാ വിധത്തിലും ഒരുവിധം വല്ലാത്ത അനുഭവത്തിൽ മുള്ളുവേലി കെട്ടി വെച്ചിരിക്കുന്നത് പോലെ സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് വേലി കെട്ടിയിരിക്കുന്നു. അവൻ കെട്ടിയിരിക്കുന്ന വേലി വേദനിപ്പിക്കുന്ന. എന്നാൽ കർത്താവ് നിനക്കൊരു വേലി കെട്ടിയാൽ, അല്ലെലിയ, വചനം കൊണ്ട്, അല്ലെലിയ, ദൈവം നിനക്ക് തീമതിരായാൽ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഞാൻ നീ പാപത്തിലേക്ക് വീട് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മാവിന്റെ തീ നിന്നിൽ കത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലേറിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ കുടുംബത്തിന് അരാജകത്വം മാറണമെങ്കിൽ ആ പാപത്തിന്റെ ആ മുൾവേലി നീ പൊളിച്ചു കളയണം. പ്രൈസോ. പാപത്തിന്റെ മുഴുവേലി നീ ഒളിച്ചു കളഞ്ഞിട്ട്, പാപ സ്വഭാവത്തിന്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട്, നീ അക്രമാസക്തരായി മാറാതിരിക്കാൻ വേണ്ടി പാപത്തിന്റെ ശത്രുവിന്റെ ശക്തിയെ കത്തിച്ചു കളയുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ നിറയപ്പെടണം. രക്തം ചെയ്യും ആത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ കത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ഞാൻ തീരുവാൻ വന്നിരിക്കുന്നു പറഞ്ഞത്. അല്ലാതെ ഇവിടെ ലോകപ്രകാരം മനുഷ്യൻ ചെയ്യുന്ന തീ അല്ലത് കേട്ടോ. അപ്പൊ ഇവിടെ എനിക്ക് പ്രീതി മക്കൾ, ഏലിയാവിന്റെ ജീവിതം മുഴുവൻ അഗ്നിയാൽ നിറഞ്ഞതായിരുന്നു. അഗ്നിയാൽ നിറയപ്പെട്ട ജീവിതമായിരുന്നു ഏലിയാവിനെ അഗ്നിയുടെ പ്രവാചകൻ തന്നെയാണ് വിളിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം തൊട്ട് ഏലിയാവിനെ നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ, അഗ്നിയുടെ പ്രവാചകൻ. അവന്റെ ഹൃദയത്തിൽ, അല്ലേലിയ, അവന്റെ ഹൃദയത്തിൽ ഭക്തി തീഷ്ണത നിറഞ്ഞതുകൊണ്ട് അത് കത്തിക്കൊണ്ടിരുന്നു. ഏലിയാവിന്റെ ഹൃദയ ഭക്തി തീഷ്ണ നിറഞ്ഞതുകൊണ്ട് അത് തീ ആളിക്കത്തതുപോലെ ആളിക്കത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് തനിയെ നിന്ന് ബാൽപ്രവാചകന്മാരോട് എതിർത്തു. അതിന്റെ തീ കൊണ്ട് ഉത്തരവള്ളുന്ന ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആകാശത്ത് തീയിറക്കി. അല്ലേലി, ആകാശം തീയിറക്കി. അല്ലേലി, അതുകൊണ്ട് അന്നത്തെ സകല ഇസ്രായേലിന്റെ ഹൃദയവും കർത്താവിലേക്ക് തിരിഞ്ഞു. അല്ലേലിയ. ബാലിന്റെയും അശേരുടെയും പ്രവാചകന്മാർ രാവിലെ തൊട്ട് ഉച്ചവരെ നിന്ന് അവരുടെ ദൈവങ്ങളെ വിളിച്ചിട്ടും മറുപടി കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ആമീൻ, അഗ്നിയുടെ പ്രവാചകനായിരുന്ന ഭക്തിയുടെ തീക്ഷണത കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ തീ ആളിക്കത്തുന്ന പോലെ ഏലിയാവിന്റെ ഉള്ളിൽ ആ കത്തി നിന്ന അനുഭവം. അതുകൊണ്ട് ബാലിന്റെയും മെസ്സേന്റെയും പ്രവാചകന്മാർ നിൽക്കുമ്പോൾ ഏലിയാവ് സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? ആകാശത്ത് തീയിറക്കി. അല്ലേലിയ. ആകാശത്ത് തീയിറക്കി താൻ ഒരുക്കി യാക്കോബീഠത്തിന്മേൽ തീയിറങ്ങി വന്ന് സകലതും ദഹിപ്പിച്ചു കളഞ്ഞു. അല്ലേലിയ. അതുകൊണ്ട് അന്നത്തെ ജനത്തിന്റെ ഹൃദയം എന്ത് ചെയ്തു? യഹോവയായി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, ആ ഏലിയാവിന്റെ മേൽ കത്തിയ തീയുണ്ടല്ലോ, അത് നിന്റെ മേലും കത്തുവാണ്ടയാകണം. ഹല്ലേലൂയ. മാലിന്യങ്ങളെ നീക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രം, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഈ യോഹന്നാൻ സ്നാപനെ കുറിച്ചും അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് പോലെയായിരുന്നു എന്ന് യോഹന്നാനെ കുറിച്ചും പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ ആരായിരുന്നു? ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. അപ്പൊ നിന്റെ മക്കളും ജ്വലിച്ച് പ്രകാശിക്കുന്ന ജ്വലിച്ച് പ്രകാശിക്കുന്ന മക്കളായിരിക്കണം. അല്ലേലിയ. ഈ ലോകം എന്ന് പറയുന്ന മുഴുവൻ പാപമാണ്. അല്ലേലിയ. എവിടേക്ക് തിരിഞ്ഞാലും പാപം. ഏത് മനുഷ്യന്റെ വായിൽ നിന്നും പുറപ്പെടുന്നതും ചീത്തയാ. അല്ലേലിയ. സ്തോത്രം. അത്രമാത്രം അസഭ്യ വാക്കുകളാ മനുഷ്യന്റെ ആദരങ്ങൾക്കകത്ത് നിറഞ്ഞിരിക്കുന്നത്. പരിഹാസത്തിന്റെ വാക്കുകൾ, നിന്ദയുടെ വാക്കുകൾ, അപമാനത്തിന്റെ വാക്കുകൾ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന പൈശാചികമായ വാക്കുകൾ, അശുദ്ധിയുടെ അനുഭവത്താൽ മനുഷ്യ ഹൃദയങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ അതിൽ നിനക്കൊരു മോചനം തരുവാൻ യേശു ആഗ്രഹിക്കുക. നന്നായ നിലയിൽ നീ ജീവിക്കുവാൻ, നല്ലതായിട്ട് സംസാരിപ്പാൻ, നല്ല രീതിയിൽ നടക്കുവാൻ, മറ്റുള്ളവർക്ക് നീ ഒരു മാതൃകയായി തീരാൻ വേണ്ടി ദൈവം നിന്റെ മേൽ ആത്മാവിന്റെ തീയിടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയം കണ്ട് വളരരുത്. ഈ നാട്ടിലെ കോലാഹലങ്ങൾ കൊണ്ട് വളരരുത്. എല്ലാം പ്രതികാരമാണ്. പ്രതികാരത്തിന്റെ മനോഭാവങ്ങൾ നിറയപ്പെട്ട് പ്രതികാര ദാഹത്തോടുകൂടി ആർക്കും ഏത് സമയത്തും പ്രതികാരം ചെയ്യുവാൻ രക്തപ്പുഴ ഒടുക്കത്തക്ക നിലയിൽ കുടുംബത്തിനകത്ത്, സമൂഹത്തിനകത്ത് കണ്ണുനീർ വീഴ്ത്തക്കത്ത നിലയിൽ മനുഷ്യൻ പ്രതികാര മനോഭാവത്തോടെ ഇവിടുത്തെ രാഷ്ട്രീയവും മതങ്ങളും മാറിക്കഴിഞ്ഞു. ലേരിയ. മതം എന്ന് പറയുന്നത് എല്ലാവർക്കും വന്ന് കൂടി അഭിപ്രായം രേഖപ്പെടുത്തുവാനും ഒന്നിച്ചു കൂടാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ സന്തോഷിക്കണം മതം. പക്ഷെ ഇന്നത്തെ മതം എന്താ?
എല്ലായിടത്തും അന്യാഗ്നി കത്തിച്ചുകൊണ്ട് സംഘർഷം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തമ്മിലടിക്കുന്നു. അതെല്ലാ മേഖലയിലും ഞാൻ ശുശ്രൂഷിക്കുന്ന, അല്ലെ ഞാൻ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെന്ന് പറയുന്ന ഞങ്ങളുടെ ഇടയിൽ പോലും പ്രശ്നങ്ങൾ. ക്രൈസ്തവ സമൂഹത്തിൽ, ഇവിടുത്തെ ഹൈന്ദവ ഇസ്ലാമിക സമൂഹം ഏത് വിഭാഗത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാട്ട് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട്? ഈ അന്യാഗ്നി കത്തുന്നത് കൊണ്ട് സമാധാനമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശുദ്ധാവി, നീ സമാധാനം നഷ്ടപ്പെടുത്തുന്നവനായി മാറരുത്, സമാധാനം ഉണ്ടാക്കുന്നവനായി മാറണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, മത്തായി 5-ാം വായിച്ച കാണാൻ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടണമെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ തീ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ തീ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ ഉള്ളിൽ ദൈവിക സമാധാനം ഇല്ലെങ്കിൽ ലോകത്തിൽ നിനക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിനക്ക് തന്നെ സമാധാനമായി ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതിന്റെ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ തീയെ ഞാൻ നിന്റെ മേൽ അയക്കുന്ന ആ തീ നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിൽ കത്ത് കഴിയുമ്പോൾ നീ എവിടെയും സമാധാന പ്രിയനായി മാറും. എന്നെ കേൾക്കുന്ന മാതാവേ, സ്തോത്രം. കണ്ണുനീര് തുടയ്ക്കണമെങ്കിൽ, നിന്റെ ഭവനത്തിലെ കണ്ണുനീര് മാറണമെങ്കിൽ ഈ ആത്മാവിന്റെ തീ കത്തണം. പലരും പറയാറുണ്ട് വിളിച്ചിട്ട്, എന്റെ പാസ്റ്റേ, കുടുംബത്തിനകത്ത് ശാപം നിൽക്കുക, കുടുംബത്തിനകത്ത് ഇന്നും ബന്ധനമാ. അല്ലെങ്കിൽ അവരത് ചെയ്തു, ഇവളത് ചെയ്തു, അവരെങ്ങനെ ചെയ്തു, അത് പറഞ്ഞു, കുടുംബം തകർക്ക, തലമുറ ശരിയാകുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല, കുടുംബത്തിനകത്ത് വലിയ പ്രശ്നം. പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിക്കുന്നതിന് ഒരു മട്ടിയുമില്ല. എന്നെ ആര് വിളിച്ചാലും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആര് വിളിച്ചാലും, ഭൂമിയിൽ മനുഷ്യൻ ആരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിക്കും. ചിലർക്ക് ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്നെ എല്ലാവർക്കും അറിയാവുന്നുണ്ട്. നമ്മുടെ ഈ തമിഴ്നാട്ടുകാർ, ഈ പാട്ട പിറക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അവരൊക്കെ എന്നെ കാണുമ്പോൾ വളരെ ബഹുമാനത്തിൽ കണ്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പം എനിക്ക് അതിന് ലജ്ജയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെ നിന്നും പ്രാർത്ഥിക്കും. ഏത് ടൗണിലാണ്, എവിടെ വെച്ചാണ് അവരെന്നെ കണ്ട് സംസാരിച്ച് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കും. കാരണം അതുകൊണ്ട് എന്നെ ആര് വിളിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എൻ്റെ ആഗ്രഹം അവരുടെ ഉള്ളിൽ ആത്മാവിന്റെ തീ കത്തണമെന്നാണ്. എന്റെ ഉള്ളിൽ, അവരുടെ ഉള്ളിൽ കത്തുന്ന അന്യാഗ്നി മാറി അവർ അനുഭവിക്കുന്ന വേദന, അവർ അനുഭവിക്കുന്ന സങ്കടം, ദുഃഖങ്ങൾ, അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ അവർ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുക, അന്യാഗ്നി അവർ കത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ഒരു നല്ല അനുഭവത്തിന്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. സമാധാനമില്ലാത്തത് കൊണ്ടല്ലേ? അതുകൊണ്ട് അവരുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഈ ആത്മാവിന്റെ തീ ഇടുവാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവിന് ദയ തോന്നി അവരുടെ മേലൊക്കെ ആത്മാവിന്റെ തീ ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, സമാധാനമില്ലാത്ത ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. എന്നെ കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, സഹോദര, നിന്റെ ജീവിതം എത്ര നാളുകളായി കരിന്തിരി പോലെ പുകയുന്നത്? നിന്റെ ഭവനത്തിനകത്ത് സന്തോഷമുണ്ടോ? ജീവിതത്തിൽ സന്തോഷമുണ്ടോ? കുടുംബജീവിതം ആരംഭിച്ചിട്ട് എന്നും സംശയങ്ങളല്ലേ, എന്നും പ്രശ്നങ്ങളല്ലേ, കുടുംബജീവിതം ചിന്ന ഭിന്നമായി മാറിയില്ലേ? ഇന്ന് ഡിവോഴ്സ് കേസുകൾ കുടുംബ കോടതി മുഴുവൻ നിറഞ്ഞു കിടക്കുകയല്ലേ? എന്തുകൊണ്ടാണ് കുടുംബ കോടതിക്കകത്ത്, കേരളത്തിലെ 30ഓളം വരുന്ന കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് ഡിവോഴ്സ് കേസുകൾ കെട്ടിക്കിടക്കുന്നത്? നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിലുള്ള കോടതികളിലൊക്കെ കേസ് കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ കേസുമായിട്ട് കടന്നു ചെല്ലുന്നത്? മനുഷ്യന്റെ ഉള്ളിൽ സമാധാനമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ അക്രമാസക്തരാൻ മാറിക്കഴിഞ്ഞപ്പോൾ, അവന്റെ ഉള്ളിൽ സാത്താന്റെ ശക്തി ജയിക്കുവാൻ, സാത്താന്റെ ശക്തി വളരുവാൻ തുടങ്ങിയപ്പോൾ, ശത്രുവിന്റെ അഗ്നി അവന്റെ ഉള്ളിൽ വ്യാപരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവനെ സമൂഹത്തിൽ ഉള്ളവനാക്കി മാറ്റി. അല്ലേ എലിയ? നീ മദ്യപിക്കാതിരിക്കണമെങ്കിൽ, ചിലർ മദ്യപിക്കും, ചിലർ പറയും രാവിലെ ഒന്ന് അടിച്ചില്ലെങ്കിൽ നേരെ നിൽക്കത്തില്ല. എന്നെ കേൾക്കുന്ന പരിശ്രമം, രാവിലെ ഒന്ന് അടിച്ചില്ലെങ്കിൽ നേരെ നിൽക്കത്തില്ലെന്ന് പറയുന്ന നിന്നെപ്പോലെ വിഡ്ഢിയായ മനുഷ്യൻ, മൂടനായ മനുഷ്യൻ. ചിലവിടെ എനിക്ക് രാവിലെ ഒന്ന് അടിച്ചില്ലെങ്കിൽ പറ്റത്തില്ല, അല്ലേ? എനിക്ക് രാവിലെ ഒരു സിഗരറ്റ് വലിച്ചില്ലേ പറ്റത്തില്ലെന്നേ, അല്ലേ? എന്റെ സഹോദരൻ 25 വർഷം, അല്ലേ, മദ്യത്തിന് അടിമപ്പെട്ട് നടന്നൊരു വ്യക്തിയാ ഞാൻ. മദ്യം നിറഞ്ഞ 2000 ജൂൺ 30 ഞാൻ പിന്നെ തൊട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നീട് എനിക്കത് ഒന്ന് തൊട്ടില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ അന്ന് പുകവലി നിർത്തിയതാണ്.
പിന്നെ പുകവലിച്ചിട്ടില്ല, എല്ലാം മയക്കുമരുന്ന് അന്ന് ഉപേക്ഷിച്ചതാ. അല്ലാതെ തൊട്ടില്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നീ മനസ്സോടെ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം വേണ്ടെന്ന് വെക്കും. അല്ല, ഇത് തൊട്ടേ പറ്റുള്ളൂ, ഇത് അടിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മൂടനായ മനുഷ്യ, നീ പാപിയാ. നിന്റെ ഉള്ളിൽ പിശാച് കത്തിച്ചിരിക്കുന്ന ആ മദ്യത്തിന്റെ ആസക്തി ഉണ്ടല്ലോ, അത് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. നീ മാനസാന്തരം പടയുക. ആമേ, കള്ളു കുടിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴല്ല സ്നേഹം കാണിക്കേണ്ടത്. നീ 24 മണിക്കൂർ നിന്റെ കുടുംബത്തിന് സ്നേഹമുള്ളവനായിരിക്കണം. ചിലർക്ക് ഈ കള്ളു കുടിച്ചു കഴിയുമ്പോഴേ സ്നേഹം കൂടുന്നേ. കാരണം അവൻ രാപരില്ലാതെ പണിയെടുത്ത് കൊണ്ടുവന്ന പൈസ കള്ള് ഷാപ്പിലും കൊടുത്ത്, ലോട്ടറിക്കും കൊടുത്ത്, ബാറിലും ബീവറിലും കൊടുത്ത്, പിന്നെ വരുമ്പോൾ വീട്ടിൽ കൊണ്ടുവരാനൊന്നും കാണുന്നില്ല. പിന്നെ വീട്ടിൽ ഭാര്യയും മക്കളെയും കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, നീ പറ്റിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കിടക്കുന്ന വളിച്ച 2 ബോണ്ടയോ വളിച്ച 2 പരിപ്പോടയോ അല്ലെങ്കിൽ 2 അമ്മി ബജിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും. അത് മക്കൾക്കും ഭാര്യയ്ക്കും അവർക്ക് തൃപ്തിയാക്കണം. അവർക്ക് അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ലെന്ന് അവർക്കറിയാം. അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്ന എത്ര ആളുകളെ കാണിച്ചു തരണം. നിന്റെ ജീവിതം അങ്ങനെയല്ലേ? ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അരിച്ചു തോന്നുന്നു. എന്റെ സഹോദരൻ വീഴുന്നു. 36 വയസ്സ് വരെ മദ്യത്തിന് അടിമയായിരുന്നു ഞാൻ. പുകവലിക്ക്, ലഹരിക്ക് അടിമയായി. നീ പറയുന്ന സ്വഭാവം ഞാൻ ഈ പറഞ്ഞതല്ല എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അധികം നിർത്തി അന്നാണ് എന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായത്. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ തീ എന്റെ ഉള്ളിൽ കത്തിയ നാളെ തൊട്ട് ഇന്ന് വരെ ഞാൻ സമാധാനത്തിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് നീ സമാധാനത്തിലേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വീട്ടിനകത്ത് സമാധാനം ഉണ്ടാക്കണം. ഭാര്യ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാക്കണം. ഭർത്താവ് വീട്ടിനകത്ത് സമാധാനം ഉണ്ടാക്കണം. മക്കൾ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാക്കണം. മാതാപിതാക്കൾ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാക്കണം. വരുമ്പോൾ അമ്മായിയും ബന്ധുവിൽ സമാധാനം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ടാണ് ഭൂമി തീരുവാൻ ഞാൻ വന്നിരിക്കുന്നു. അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായി. നീ തീതിന്റെ മേൽ വന്നാൽ, ആത്മാവിന്റെ തീതിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ ശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിത, യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് പോലെയായിരുന്നു എന്ന് വേദപുസ്തകം പറഞ്ഞു. അവനുള്ള ദൈവത്തിന്റെ വെളിച്ചം കണ്ട് അനേകർ ജാതികൾ ഓടി വന്ന് ക്രിസ്തുവിന്റെ യോർദാനിൽ സ്നാനമേറ്റു. ക്രിസ്തുവിന്റെ 1-ാം വരവിന് മുമ്പ് അവൻ അഗ്നിയായി ജീവിച്ചു. എപ്രകാരം വഴികൾ ഒരുക്കിയോ അതുപോലെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ വന്ന് യേശുക്രിസ്തുവിന് മുമ്പേ വഴിയൊരുക്കിയതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ പ്രത്യക്ഷതയും ഒരുങ്ങിയിരിക്കുന്നു. യേശു മധ്യാകാശത്ത് വരാൻ സമയമായി. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ നിത്യമായി സ്വർഗത്തിൽ നീ ചെല്ലണമെങ്കിൽ ഇന്ന് നിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ തീ കത്തണം. നിന്റെ അശ്ലീലമായ സ്വഭാവങ്ങളെ, അശ്ലീലമായ വാക്കുകളെ നീ മാറ്റിക്കളണം. പൊട്ടച്ചൊല്ലും ചീത്തത്തിനും കളിവാക്കും പറഞ്ഞ് നിന്റെ സമയം നീ വ്യർത്ഥമാക്കി കളയരുത്. വീടാന്തരം നുണ പറഞ്ഞ് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന സഹോദരി, നീ അത് നിർത്തണം. അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കടത്തണ്ടകളിൽ പോയിരുന്ന്, വഴിയോരത്ത് പോയിരുന്ന് അമ്മ പിച്ചും കൈ വിളിച്ചു പറഞ്ഞ സഹോദരൻ, നീ അത് നിർത്തിയിട്ട് മടങ്ങി വന്ന് നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ തീ കത്തണം. ഹല്ലേലൂയ. നിന്റെ കുടുംബം സമാധാനമായി മാറണം. മാനസാന്തരപ്പെട്ട് മടങ്ങിവ. ഹല്ലേലൂയ. അപ്പൊ ഭൂമിയിൽ തീടുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ശിഷ്യന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂട്ടിയിരുത്തി. ഹല്ലേലൂയ. ഭൂമി തീടുവാൻ വന്നിരിക്കുന്നു പറഞ്ഞ കർത്താവ് ശിഷ്യന്മാരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുവാനുള്ള അവസരം കൊടുത്തു. ഹല്ലേലൂയ. എന്താണ് പെന്തക്കോസ്ത് ലൂക്കോസിന്റെ സുവിശേഷം 24:49 വായിക്കൊണ്ട്, ആമീൻ, നിങ്ങൾ ഉയരത്തെ ശക്തി ധരിക്കുവോളം നഗരത്തെ പാർപ്പിന്ന് യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തം. ആമീൻ. അപ്പോസ്തലപ്രവൃത്തി 1:5 വരുമ്പോഴേക്കും നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനെ കാത്തിരിപ്പാൻ പറഞ്ഞിട്ട് അപ്പോസ്തലപ്രവൃത്തി 1:8 വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ യഹൂദി എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെ സാക്ഷികളായി തീരുവെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷമായി 120 അടങ്ങുന്ന സംഘം ഒരുമിച്ച് കൂടി അപ്പോസ്തലപ്രവൃത്തി 2:1. അവിടെ എന്താണ് ഇരിക്കുന്നത്? പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് ഒരു മുഴക്കം ഉണ്ടായി. അവർ എതിരുന്ന വീട് മുഴുവനും നിറച്ചു. അത്തിചാര പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവൻ ഓരോരുത്തരും മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവിൽ അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഇതാണ് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നു പറഞ്ഞത്. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തം എന്ത് ചെയ്തു? പെന്തക്കോസ്ത് നാളിൽ 120 അടങ്ങും സംഘം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ കൂടിയിരുന്ന വീട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കൂടിയിരുന്ന വീട്ടിൽ ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്ന പോലെ വലിയ മുഴക്കം, ആകാശ വലിയ മുഴക്കം അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും ഹല്ലേലൂയ നിറച്ചു.
അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. 120 പേരും പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങി, അഗ്നിയുടെ തീയിറങ്ങി, ആത്മാവിന്റെ തീയിറങ്ങി, അല്ലെങ്കിൽ ആത്മാവിന്റെ തീ അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവരായി അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അതുവരെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഭയത്തിന്റെ ആത്മാവ് മാറിപ്പോയി, ചെടികളുടെ ആത്മാവ് മാറിപ്പോയി. ആ മാനുഷികമായ ചിന്താഗതികളെല്ലാം മാറി. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സകല അശുദ്ധിയും ആത്മാവിന്റെ തീ കത്തിച്ചു കളഞ്ഞ് ഇപ്പോൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിന്റെ തീയാൽ അവർ നിറയപ്പെട്ട് തട്ടാൻ വെള്ളി ഊതി കഴിച്ചാൽ നല്ലൊരു ഉരുപ്പടി കിട്ടുമെന്ന് സദൃശവാക്യം 25:4 പറയുന്ന പോലെ അവർ കർത്താവിന് വേണ്ടി ആത്മാവിൽ കത്തുവാൻ തുടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്വഭാവി, നീ കർത്താവിന് വേണ്ടി ആളിക്കത്തണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞങ്ങൾ ഈ തീ കത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ തീ എല്ലാവരും കത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ തീരുവാൻ അവൻ വന്നിരിക്കുന്നു. ഭൂമി തിരുവാൻ വന്ന അവൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഉണർവ് ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുന്ന മാതാവേ, നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ദേശത്തിന്റെ സഭയില് നിന്നിലൂടെ വലിയൊരു ഉണർവിനെ ദൈവം അയക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയൊരു ഉണർവിനെ, വലിയൊരു ആത്മപകർച്ചയെ, വലിയ ഉയർപ്പിന്റെ ശുശ്രൂഷയെ നിന്റെ ഉള്ളിൽ നിന്ന് ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ വചനം വിളിച്ചു പറയുന്നത്, ഞങ്ങൾ ഒറ്റ ലക്ഷ്യമുള്ളൂ. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 7 ഭൂഖണ്ഡങ്ങളിലുള്ള സകല പാപികളായിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ഈ തീ കത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 800 കോടി ജനത്തിന്റെ ഉള്ളിൽ തീ കത്തുന്നിടം വരെയും കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ 800 കോടിയധികം വരുന്ന മഹാപാപികളുടെ ഉള്ളിൽ ഈ തീ കത്തുന്നിടവരെയും ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കും. ഞങ്ങൾ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, രക്തം ചെയ്യും. അതുകൊണ്ട് ഈ തീ നിന്റെ ഉള്ളിൽ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു ഞാനും ആഗ്രഹിക്കുന്നു. എന്റെ ഉള്ളിൽ ആത്മാവിന്റെ തീ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ പാപത്തിന്റെ ആസക്തികളെ മുഴുവൻ കരിച്ചു കളഞ്ഞിട്ട് എന്റെ ഉള്ളിലൂടെ ഈ തീ കത്തിക്കാൻ കർത്താവിന് പ്രസാദം തോന്നിയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, ഈ തീ നിന്റെ ഉള്ളിലേക്ക് ദൈവം കത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നീ പാപിയായ അനുഭവമാണോ? സമാധാനമില്ലാത്ത അനുഭവമാണോ? സങ്കടത്തിലാണോ? കണ്ണീരിലാണോ? രോഗത്തിലാണോ? കടക്കെണിയിലാണോ? ശാപത്തിലാണോ? ബന്ധനത്തിലാണോ? മഹാവ്യാധി പിടിച്ചാണോ? നീ കിടപ്പിലാണോ? ആ മരണത്തിന്റെ വക്കിലാണോ നീ ആയിരിക്കുന്നത്? കണ്ണുനീരിന്റെ അനുഭവമാണോ? ഇന്ന് പകൽ നിനക്ക് എന്നോടൊപ്പം ചേർന്ന് പറയാമോ, കർത്താവേ, ഈ ആത്മാവിന്റെ തീ എന്റെ ഉള്ളിൽ നിന്ന് കത്തിക്കണമേ. ഞാൻ അനുഭവിക്കുന്ന പീഡകളും കഷ്ടതകളും സങ്കടങ്ങളും മാറി, എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറി, എന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം, എന്റെ മക്കളുടെ വഴിവിട്ട ജീവിതം മയക്കുമരുന്നിൽ വിടുവിച്ച് എന്റെ കടക്കണികളെ മാറ്റി, എന്റെ കുടുംബത്തിന്റെ ശാപങ്ങളെ മാറ്റി, എന്നെ കർത്താവി സമാധാനത്തോടെ ജീവിപ്പാൻ എന്റെ ഉള്ളിൽ ആ തീയൊന്ന് കത്തിക്കണമേ എന്ന് നീ പറയുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധമാവ് ദൈവം നിന്റെ മേലയക്കും. ആത്മാവിന്റെ തീയെ ദൈവം നിന്റെ മേലയക്കും. അതിന് ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയാൽ സ്നാനം സ്വീകരിച്ച് കർത്താവി ആത്മാവിന്റെ തീ എന്റെ ഉള്ളിൽ കത്തിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ തീ കത്തിക്കും. നിന്റെ കുടുംബത്തിന്റെ ശാപം മാറി നീ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളുള്ള 800 കോടി ജനം, രാജ്യരാഷ്ട്ര തലവും എല്ലാ ഭരണ സംവിധാനങ്ങളെ നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാപ്തി, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല, കുടിയിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനതയും ശൈശവത്തിനും ബാല്യത്തിനും സമൂഹം, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിനും വാർത്തത്തിന് വശങ്ങളിലും യാചകരും മല്ലൊരിയ ഓർഫണേജ്, യുവ തടവറയിലായിരിക്കും സകല ജന തീവ്രവാദ ഭീകരവർഗവാദികളും നിരീശ്വരമായ യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരടക്കം അല്ലൊരു രാഷ്ട്രങ്ങളെല്ലാം കർത്താവ് ഇസ്ലാമിക ദ്വീപുകളും ആദിവാസി ട്രൈബൽ മേഖല ഗോത്രഭാഗങ്ങളിലും കർത്താവ് താമസിക്കുന്ന സകല ജനത്തിന്മേലും ആത്മാവിന്റെ തീരണമേ. മദ്യത്തിനും മയക്കലഹരിക്ക് അടിപ്പെട്ട് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കർത്താവെ, അങ്ങനെയുള്ള അനുഭൂതി, ആത്മഹത്യയുടെ അനുഭൂതി കടന്നു പോകുന്ന മദ്രാസിലായിരിക്കുന്ന രോഗികളായിരിക്കുന്ന എല്ലാവരുടെ മേലും ആത്മാവിന്റെ തീയച്ചു കർത്താവ് അവർക്ക് ഉൾപ്പെടുതലും ആശ്വാസം കൊടുക്കണമേ. എത്ര കുടുംബങ്ങൾ തകരുത്, എത്ര കുടുംബങ്ങൾ കണ്ണുകയിലാണ്. അതിന്റെ നടുവിൽ സമാധാനത്തെ അയക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. എത്ര അധ്വാനിച്ചാലും എല്ലാം നഷ്ടപ്പെട്ട് ഒരിക്കലും സമാധാനമില്ലാതെ വേദനകളിലൂടെ കടന്നു പോകുന്ന ലഹരിക്ക് അടിമകളായി തീർന്ന ലളിയ ജനത്തിന് വിടുതൽ കൊടുക്കണമെന്ന് കുടുംബജീവിതം തകർന്ന് ഡിവോഴ്സിലെത്തി നിൽക്കുന്ന അനവധി ആളുകളുണ്ട്. തലമുറയില്ലാത്തതിന് പേരിൽ, ഭവനമില്ലാത്തതിന് പേരിൽ, വിദ്യാഭ്യാസമില്ലാത്തതിന് പേരിൽ, കർത്താവ് ബലഹീന നടുവിൽ ഭാരപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, പിന്തിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന അനവധി ആളുകളുടെ കർത്താവെ, അവരുടെ മെല്ലെ ആത്മാവിന്റെ തീയിട്ട്, പരിശുദ്ധാത്മാവിന്റെ തീയിട്ട് അവർ കർത്താവിന് വേണ്ടി ആളിക്കത്തുന്നവരെ തീരുവാൻ ഈ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.